അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഞാൻ അഷ്റഫ് ഫൈസി കലമ്പാടി. ഞാനിന്ന് വളരെയേറെ പ്രയാസത്തിലാണ്. 2 കിഡ്നി നഷ്ടപ്പെട്ട് വളരെ ഏറെ പ്രയാസത്തിലാണ്. ആഴ്ചയിൽ 3 പ്രാവശ്യം ഇപ്പോൾ ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല ഞാൻ ഹിഫ്ള് പഠിക്കുന്ന വിദ്യാർത്ഥിയാണ്. എൻ്റെ ഉപ്പാൻ്റെ 2 കിഡ്നിയും നഷ്ടപ്പെട്ട് ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഞങ്ങളെ ഉപ്പാനെ തിരിച്ചു തരണം. ഞങ്ങൾ 5 പേരും പഠിക്കുന്നവരാണ്. അത് അനുഭവിച്ച ആൾക്ക് അതിൻ്റെ വിഷമം പ്രയാസങ്ങൾ അറിയാം. മാത്രമല്ല ശാരീരികമായി പല നിലക്കും വളരെ തളർന്നിരിക്കുകയാണ്. നിന്ന് നിസ്കരിക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയിൽ വളരെ പ്രയാസകരമായ ഒരവസ്ഥയിലാണ് ഞാനിപ്പോൾ ഉള്ളത്. അതുകൊണ്ട് ഈ വീഡിയോൻ്റെ മുമ്പിൽ ഞാൻ വരാൻ ആഗ്രഹിച്ചതല്ല. അള്ളാഹുവിൻ്റെ ഖലാ ആ രൂപത്തിലാണ്. പക്ഷേ ഇത് പലപ്പോഴും ഞാൻ ചെയ്യുന്ന ദുആ സദസ്സുകളൊക്കെയും ഞാൻ ദുആ ചെയ്യാറുണ്ടായിരുന്നു, കൈനീട്ടി യാചിക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തിക്കരുത് എന്ന്. പക്ഷെ അള്ളാഹുവിൻ്റെ ഖലാ മറിച്ചാണ്. അതുകൊണ്ട് എൻ്റെ 5 മക്കൾ അവരോടൊപ്പം ജീവിച്ച് കൊതി തീർന്നിട്ടില്ല. ആ ഒരു കാരണം കൊണ്ട് മാത്രം ഞാൻ നിങ്ങളുടെ മുമ്പിൽ വരികയാണ്. പ്രിയപ്പെട്ടവരെ, ഒരാൾ പോലും തട്ടിമാറ്റരുത്. ഒരു പണ്ഡിതനാണ് നമ്മുടെ മുമ്പിൽ സംസാരിച്ചത്. ഒരുപാട് വിദ്യാർത്ഥികൾക്ക് ഇൽമു നുകർന്നു കൊടുത്ത ഒരു പണ്ഡിതനായ ഉസ്താദാണ് ഇന്ന് തന്റെ മക്കളുമായി നമ്മുടെ മുമ്പിൽ സഹായം അഭ്യർത്ഥിച്ചു വന്നിട്ടുള്ളത്. കാസർഗോഡ് ജില്ലയിലെ ദേലമ്പാടി എന്ന് പറയുന്ന പ്രദേശത്ത് താമസിക്കുന്ന അഷ്റഫ് ഫൈസി ഉസ്താദ് എന്ന ഒരുപാട് കാലം മുദർരിസായി ഖതീബായി സേവനം ചെയ്ത ഒരു പണ്ഡിതനാണ്. ഇന്ന് 2 വൃക്കകളും തകരാറിലായി വല്ലാത്തൊരവസ്ഥയാണ്. ഒരു ഗ്ലാസ് വെള്ളം പോലും കുടിക്കാൻ പറ്റാതെ ശാരീരികമായി വലിയ പ്രയാസം അനുഭവിക്കുകയാണ്. ഡോക്ടർമാർ എത്രയും പെട്ടെന്ന് കിഡ്നി മാറ്റിവെക്കാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. അതിന്റെ എല്ലാ കാര്യങ്ങളും റെഡിയായിട്ടുണ്ട്. പണമില്ലാത്തത് കൊണ്ട് മാത്രമാണ് ഇപ്പം ഇങ്ങനെയുള്ളത്. നിങ്ങൾ എല്ലാവരും ഷെയർ ചെയ്യണം. ഒരു നാടും നാട്ടുകാരും മഹല്ലുകാരും ജാതി മത ഭേദമെന്നെ എല്ലാവരും ഒരുമിച്ച് കൂടിയിട്ട് മുഴുവനും ജാതി മത വ്യത്യാസമില്ലാതെ ഈ പണ്ഡിതന് വേണ്ടി ഒരു നാട് മുഴുവനും ഒരുമിച്ച് കൂടിയിരിക്കുക. വല്ലാത്തൊരു അവസ്ഥയാണ്. ഈ പൊന്നുമോനെ കണ്ട നിങ്ങൾ പ്രിയപ്പെട്ടവരെ, ഈ മക്കളെ കണ്ടോ? ഈ മക്കളുടെ പിതാവിന് തിരിച്ചു നൽകാൻ ഒരുപാട് വിദ്യാർത്ഥികൾക്ക് ഇൽമ പകർന്നു കൊടുത്ത ഒരു പണ്ഡിതനാണ് പ്രിയപ്പെട്ട ഉസ്താദ്. നിങ്ങൾ എല്ലാവരും ഈ വീഡിയോ മാക്സിമം നിങ്ങൾ പരമാവധി ഷെയർ ചെയ്യണം. ദേലമ്പാടി കേന്ദ്ര ജമാ മസ്ജിദിന്റെ ഖതീബ് മുഹമ്മദ് അല്ലമാനിയാണ് സംസാരിക്കുന്നത്. പ്രിയപ്പെട്ട നമ്മുടെ പ്രിയങ്കരനായ അഷ്റഫ് ഫൈസി ഉസ്താദ്, അദ്ദേഹത്തിൻ്റെ മകൻ എൻ്റെ ക്ലാസ്സിൽ പഠിക്കുന്ന കുഞ്ഞിയാണ്. ഒരു ദിവസം എന്നോട് എന്തുമാണ് നീ താമസിച്ചതെന്ന് പറയുമ്പോൾ ഉപ്പാൻ്റെ ഈ രോഗവും ഡയാലിസിസ് ചെയ്യാൻ വേണ്ടി പോയ സംഭവം പറയുമ്പോൾ ഞാനാകെ ഒന്നും പറയാൻ കഴിയാതെ ഒരല്പം, കാരണം ഒരിക്കലും തന്നെ വിശ്വസിക്കാൻ പറ്റാത്ത ഒരവസ്ഥ ആയിരുന്നു ഞാനത് കേട്ടത്. അഷ്റഫ് ഫൈസി ഉസ്താദ് എന്ന് പറഞ്ഞാൽ പല സ്ഥലങ്ങളിലായി ഇൽമു പഠിപ്പിക്കുകയും. പ്രിയമുള്ളവരെ, ഇതുവരെ ഇവിടെ പറഞ്ഞ ഇതുപോലെ വളരെ വിഷമത്തിലായതുകൊണ്ടാണ് ഈ നിലക്കുള്ള ഒരു സഹായം അഭ്യർത്ഥിക്കാൻ നിർബന്ധിതരായത്. അള്ളാഹുവിൻ്റെ ഖദാണ്. അതുകൊണ്ട് എല്ലാവരും നല്ല നിലക്ക് സഹായിക്കണം. നിങ്ങൾക്ക് അള്ളാഹു തആല ദുനിയാവിലും ആഖിറത്തിലും തക്കതായ പ്രതിഫലം ചെലുമാറാവട്ടെ. പ്രിയമുള്ളവരെ, ഞാൻ മാക്കടൂർ GCC KMCC ജനറൽ സെക്രട്ടറിയാണ്, ദേലമ്പാടി പഞ്ചായത്ത്. നമ്മുടെ പ്രിയപ്പെട്ട അഷ്റഫ് ഫൈസി ഉസ്താദ് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വലിയൊരു പ്രയാസം അനുഭവിച്ചുകൊണ്ട് വന്നിരിക്കുകയാണ്. 45 ലക്ഷത്തോളം രൂപ ആവശ്യമുണ്ട് കിഡ്നി പ്ലാന്റേഷന് വേണ്ടിയിട്ട്. എല്ലാവരും അകമഴിഞ്ഞ് സഹായിക്കണം. നമ്മൾ അപ്പോൾ ഞാൻ ദേലമ്പാടി ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ പ്രഥമാധ്യാപകനാണ്. അപ്പം എല്ലാവരും കൈകോർത്താൽ ഈ ഒരു വലിയ കാര്യത്തിൽ പങ്കുചേർത്താൽ നല്ല ഒരു കാര്യമാണ്. എൻ്റെ പേര് ഹാഫിദ് മഷ്ഹൂദ് ഹിമമി സഖാഫി. ഞങ്ങളൊക്കെ അഭിമാനപൂർവ്വം കണ്ടിരുന്ന ഞങ്ങളുടെ ജ്യേഷ്ഠ സഹോദരനായ ഉസ്താദാണ് പ്രിയപ്പെട്ട അഷ്റഫ് ഫൈസി ഉസ്താദ് അവர்கள். അൽഹംദുലില്ലാഹ് വളരെ ഇസ്സത്തോടുകൂടെ ഒരുപാട് മഹല്ലുകളിൽ ഖതീബായും പ്രിയപ്പെട്ട കുഞ്ഞുമക്കൾക്ക് അറിവ് പകർന്നാറാകുന്ന, കാരുണ്യം പ്രതീക്ഷിക്കുന്ന ആളുകൾക്ക്, സാന്ത്വനം പ്രതീക്ഷിക്കുന്ന ആളുകൾക്ക് നിങ്ങൾ കാരുണ്യം ചെയ്യൂ. പ്രയാസം അനുഭവിക്കുന്ന 2 കിഡ്നിയും നഷ്ടപ്പെട്ട് വളരെ പരിതാപകരമായ ഒരവസ്ഥയിൽ നിങ്ങളോടൊക്കെ കൈനീട്ടി യാചിക്കാൻ ഒരു മാനസിക സ്ഥിതിയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രൂപത്തിലുള്ള ആവശ്യമോ ഇല്ലാതിരുന്ന ഉസ്താദ്
അവസാനം ഈ ഒരു രൂപത്തിലേക്ക് എത്തേണ്ടി വന്നത് റബ്ബിൻ്റെ ഖളാ മാത്രമാണ്. മനുഷ്യപ്പറ്റുള്ള മനുഷ്യരെ നിങ്ങളെല്ലാവരും ഈ ഉസ്താദിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവകാശം നിഷേധിക്കപ്പെട്ടവർക്ക്, ആലംബഹീനർക്ക്, സാന്ത്വനം ആഗ്രഹിക്കുന്നവർക്ക് എന്നും കൂടെ നിന്നിട്ടുള്ള നിങ്ങളെല്ലാ ആളുകളും മതമോ രാഷ്ട്രീയമോ പാർട്ടികളോ ഒന്നും തന്നെ നോക്കാതെ ഒരു മനുഷ്യനാണെന്ന് കരുതി നിങ്ങൾ സഹായിക്കണമെന്ന് എല്ലാവരോടും ഓർമ്മപ്പെടുത്തുന്നു. അള്ളാഹു നിങ്ങളെയൊക്കെ സ്വീകരിക്കുമാറാകട്ടെ എന്ന് ദുആ ചെയ്യുന്നു. എൻ്റെ പേര് അബ്ദുൽ നാസർ. ഞാനിവിടെ നിർമ്മിച്ച അഷ്റഫ് ഫൈസി കമ്മിറ്റിയുടെ ആക്ഷൻ കമ്മിറ്റി കൺവീനറാണ്. അഷ്റഫ് ഫൈസിയെ സംബന്ധിച്ചിടത്തോളം എല്ലാവരും അറിയുന്നത് പോലെ ഒരു മാന്യ വ്യക്തിത്വം, ഒരുപാട് പേർക്ക് ഇൽമു നുകരുന്ന വ്യക്തിത്വമാണ്. നമ്മുടെ നാട്ടിൽ തന്നെ അഷ്റഫ് ഫൈസിയുടെ സാന്നിധ്യം വളരെയധികം നമുക്ക് അറിഞ്ഞവരാണ്. ഇനിയും ഒരുപാട് വർഷങ്ങൾ നമുക്ക് ആ സാന്നിധ്യവും ഫാമിലി വാട്സപ്പ് ഗ്രൂപ്പുകളിലേക്കൊക്കെ ഈ വീഡിയോ എത്രയും പെട്ടെന്ന് ഷെയർ ചെയ്ത് നിങ്ങളെ കൊണ്ട് പറ്റുന്നൊരു സഹായം എല്ലാവരും ചെയ്യണമെന്ന് ഹൃദയത്തിൻ്റെ ഭാഷയിൽ അഭ്യർത്ഥിക്കുകയാണ്.